So, hello everyone. നമ്മൾ CUT PG 2024 കെമിസ്ട്രി പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 2 സെഷൻ കഴിഞ്ഞു. അപ്പൊ ഇത് മൂന്നാമത്തെ സെഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ലിസ്റ്റ് 1-ൽ നമുക്ക് കുറെ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2-ൽ കുറെ നെയിംസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് മാച്ച് ചെയ്യുക. ഓരോ റിയാക്ഷനും ഏതാണ് നെയിം എന്ന് പറയുന്നത്. നെയിം റിയാക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാണാം, അതൊരു റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ്. അത് കാർബണിലുള്ള ഫീനൈൽ ഗ്രൂപ്പ് നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്തു, അത് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ. പിന്നെ തന്നിട്ടുള്ളത് ബി എന്ന് പറയുന്നത് അതൊരു ഓക്സിഡേഷൻ ആണ്. അഡീഷൻ ഓഫ് 1 ഓക്സിജൻ ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതായത് ആ കീറ്റോണ് എസ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെയുള്ള ക്വസ്റ്റ്യനിൽ സി റിയാക്ഷൻ നമുക്ക് കാണാം. ഒരു ആൽഡിഹൈഡ്, ആ ആൽഡിഹൈഡ് ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു, അതായത് ബെൻസാൽഡിഹൈഡ് സിന്നമിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡി റിയാക്ഷനിൽ നമുക്ക് കാണാം, അവിടെ ആൽഡിഹൈഡ് PHCH ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആ കാർബണിൽ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക്. അപ്പൊ നമുക്ക് ഇത് ഏതാണ് ഇതിന്റെ ഓർഡറിന് നെയിം റിയാക്ഷൻ നമുക്ക് കാണണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം, അത് ഫസ്റ്റ് റിയാക്ഷനിൽ PH ഗ്രൂപ്പിന്റെ ഫീനാൽ ഗ്രൂപ്പിന്റെ റീഅറേഞ്ച്മെന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അത് ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ ആണ്. പിന്നെ സെക്കൻഡ് റിയാക്ഷനിൽ നമുക്ക് കാണാം, അവിടെ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അത് ബയോ വിലിഗർ ഓക്സിഡേഷൻ ആണ്. ഒരു കീറ്റോൺ എസ്റ്ററായി കൺവേർട്ട് ചെയ്തു. പിന്നെ ഉള്ളത് PHCHO, PH ബെൻസാൽഡിഹൈഡ് സിന്നമിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്തു. അത് നോയി ബെനഗൽ കണ്ടൻസേഷൻ ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് A3, B4, C1, D2 ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ 1 ആണ് ഇവിടെ ഉണ്ടാവുക. ജസ്റ്റ് പേര് തന്നെ ഉണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നടക്കുന്നത്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, അങ്ങനെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എക്സ്പ്രഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഇസ് ഗിവൺ ബൈ. ഒരു ഗ്യാസിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, ആവറേജ് റിയാക്ഷന്റെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 8/π RT/m ആണ്. അവിടെ m എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ മോളാർ മാസ് ആണ്. അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 8RT, റൂട്ട് ഓഫ് 8RT/πm ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. 8RT/πm ഹോൾ റേസ് ടു 1/2 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ, ഇപ്പൊ RMS സ്പീഡ് ആണ് ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ √3RT/m ആയിരിക്കും. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ആണ് ചോദിച്ചിട്ടുള്ളത് 2RT/m ആയിരിക്കും. √2RT/m ആയിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിക്രീസിംഗ് സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ഫോംഡ് ബൈ ഓവർലാപ്പ് ഓഫ് ഓർബിറ്റൽ. നമുക്ക് കുറച്ച് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ ഡിക്രീസിംഗ് സ്ട്രെങ്ത്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്തിൽ നിന്ന് കുറവിലേക്ക് ഇതിനെ ഓർഡർ ചെയ്യാം. SS ഓവർലാപ്പ്, PP ഓവർലാപ്പ്, SP ഓവർലാപ്പ്. അപ്പൊ നമുക്കറിയാം SS ഓവർലാപ്പ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എക്ക് ആയിരിക്കും. പിന്നെ സിക്ക് ആയിരിക്കും SP ഓവർലാപ്പ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് PP ഓവർലാപ്പിനായിരിക്കും ബി ഓപ്ഷൻ. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക SS ഓവർലാപ്പ്, പിന്നെ SP ഓവർലാപ്പ്, പിന്നെ PP ഓവർലാപ്പ്. അപ്പൊ 4th ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, assign the R and S configuration to the following molecule. നമ്മൾ ഇവിടെ മോളിക്യൂളിന്റെ ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോ ഈ ഒരു മോളിക്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കോൺഫിഗറേഷൻ, RS ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു മോളിക്യൂൾ കിട്ടിയാൽ അതിനെ നമ്മൾ നമ്പർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മെയിൻ ബ്രാഞ്ച് കണ്ടുപിടിക്കാം. അപ്പൊ COOH, പിന്നെ രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ. അപ്പൊ ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട്, അല്ല ആൽഡിഹൈഡിക് ഗ്രൂപ്പും ഉണ്ട്, അസിഡിക് ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ അസിഡിക് ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പൊ കാർബോക്സിലിക് കാർബണിന് പ്രയോറിറ്റി 1 ആയിരിക്കും. പിന്നെ BR കണ്ടെയ്നിങ് കാർബണിന്റെ പ്രയോറിറ്റി 2 ആയിരിക്കും. പിന്നെ ഹൈഡ്രോക്സിൽ കണ്ടെയ്നിങ് കാർബണിന്റെ പ്രയോറിറ്റി 3 ആയിരിക്കും. പിന്നെ ആൽഡിഹൈഡിക് കാർബണിന്റെ പ്രയോറിറ്റി 4 ആയിരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കണ്ടു, ഈ ഗ്രീൻ ലെറ്റേഴ്സിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്
ബ്രാഞ്ചിന്റെ പ്രയോറിറ്റി വൈസ് ഓർഡറിംഗ് ആണ്. അപ്പൊ നമുക്ക് അറിയാം രണ്ട് സെന്റർ ആണ്, രണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് സെന്റർ ആണ് ഇതിൽ 2ഉം 3ഉം. ആ 2ഉം 3ന്റെയും ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ രണ്ടാമത്തെ സെന്ററിൽ നമ്മൾ നോക്കുമ്പോൾ നോക്കുക. അപ്പോൾ CIP റൂള് വെച്ച് ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ മോളിക്കുലർ മാസിന്റെ പ്രയോറിറ്റി ആണ് ആദ്യം നോക്കുക. അപ്പൊ ബ്രോമിൻ ആണ് ഏറ്റവും കൂടുതൽ മോളിക്കുലർ മാസ് ഉള്ളത്. അപ്പൊ അതിന്റെ പ്രയോറിറ്റി 1 ആയിരിക്കും. പിന്നെ 2 ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ആ കാർബണിന്റെ പ്രയോറിറ്റി ആയിരിക്കും 2. പിന്നെ ഹൈഡ്രജന്റെ പ്രയോറിറ്റി എപ്പോഴും 4 ആയിരിക്കും. പിന്നെ ആ നെക്സ്റ്റ് കാർബൺ ചെയിനിന്റെ പ്രയോറിറ്റി 3 ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 1 to 2 1 2 3 പ്രയോറിറ്റി നോക്കുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ആയിരിക്കും കിട്ടുക. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ പൊസിഷനിലാണുള്ളത്. ഹൈഡ്രജൻ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് റൊട്ടേഷൻ ആണ് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 6 ആണ്, ക്ലോക്ക് വൈസ് ആണ് കിട്ടിയത്, 6 ആണ് കിട്ടിയത്. പക്ഷെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എടുക്കണം. അപ്പൊ 2s ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അറ്റ് ദി സെക്കൻഡ് പൊസിഷൻ. പിന്നെ തേർഡ് ഒപ്റ്റിക്കൽ കൈറൽ സെന്ററിൽ നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് കാണാം ഫസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനായിരിക്കും. കാരണം ഓക്സിജനിലേക്ക് ഡയറക്റ്റ് ആണ് ആ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രയോറിറ്റി ആയിരിക്കും 1. പിന്നെ പ്രയോറിറ്റി കൂടുതൽ ഉണ്ടാവുക ഈ വലിയ കാർബൺ ചെയിനാണ്. കാരണം അവിടെയുള്ള കാർബൺ ഡയറക്റ്റ് ആയിട്ട് ബ്രോമിനിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രയോറിറ്റി ഉള്ളത് ആൽഡിഹൈഡിക് കാർബൺ ആയിരിക്കും. കാരണം ആ കാർബൺ ഓക്സിജനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവ് പ്രയോറിറ്റി ആ ഹൈഡ്രജൻ ആയിരിക്കും, 4th പ്രയോറിറ്റി. അപ്പൊ നമ്മൾ പ്രയോറിറ്റി വെച്ച് നോക്കാം. 1 to 2 1 2 3 വെച്ച് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ കിട്ടുക. പക്ഷെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാം, ഹൈഡ്രജൻ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. അപ്പൊ നമുക്ക് കിട്ടിയതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് കിട്ടിയപ്പോൾ എസിന് പകരം നമ്മൾ ഇവിടെ ക്ലോക്ക് വൈസ് പൊസിഷൻ ആയിട്ടുള്ള 6 എടുക്കാം. അപ്പൊ തേർഡിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് 3r ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2s and 3r ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പെട്ടെന്ന് നമുക്ക് ലോജിക് വെച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയെങ്കിൽ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂറോപ്യവും കാൽഷ്യം തമ്മിൽ റിസംബ്ലൻസിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ, ബോത്ത് ആർ ഡയാമാഗ്നറ്റിക്. ബി, ഇൻസൊല്യൂബിലിറ്റി ഓഫ് their sulfates and carbonates in water. Solubility of these metals in liquid NH3. Insolubility of their dichlorides in strong HCl. അപ്പം ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. കാരണം നമ്മൾ യൂറോപ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അത് ഒരിക്കലും ഡയാമാഗ്നറ്റിക് അല്ല. കാരണം നമുക്ക് F ബ്ലോക്കിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ കാണാൻ പറ്റും. അപ്പൊ അത് ഒരിക്കലും ഡയാമാഗ്നറ്റിക് അല്ല. ബാക്കി 3 സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. സൾഫേറ്റ്സിന്റെ കേസും കാർബണേറ്റിന്റെ കേസിലും ഒക്കെ റിസംബ്ലൻസ് ഉണ്ട്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് B, C, D ഓൺലി ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആയിരിക്കും. സോ ഓപ്ഷൻ 4 is the right answer. The next question, which of the following isomer of 1,2-cyclohexane dicarboxylic acid form anhydride on heating? അതായത് anhydride എന്ന് പറയുന്നത് 2 കാർബോക്സിലിക് ഗ്രൂപ്പ് റിയാക്ട് ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത ശേഷം, വാട്ടർ എലിമിനേറ്റ് ചെയ്ത ശേഷം ഉണ്ടാവുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ anhydride എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കാം, ഈ ക്വസ്റ്റ്യനിൽ 1,2-cyclohexane dicarboxylic acid എന്നാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് ഈ എല്ലാ സ്ട്രക്ചർ ഓപ്ഷൻ തന്ന എല്ലാ സ്ട്രക്ചറിലും 2 മീഥൈൽ ഗ്രൂപ്പ്സും കാണാം. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഒരു മീഥൈലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഓപ്ഷൻസിൽ 2 മീഥൈൽ ഗ്രൂപ്പും സ്ട്രക്ചറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് അൻഹൈഡ്രൈഡ് ഫോം ചെയ്യണമെങ്കിൽ അത് സിസ് പൊസിഷനിലായിരിക്കണം. അത് ഓർത്ത് വെക്കാം. ആ 2 ആസിഡിക് ഗ്രൂപ്പും സിസ് പൊസിഷനിലായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ സൈക്ലോഹെക്സൈന്റെ സിസും ട്രാൻസും പൊസിഷൻ അനലൈസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇത് കാണാം AB ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിലുള്ളത് ബിലോ ദ പ്ലെയിനിലാണ് ഫസ്റ്റ് ആസിഡ് ഗ്രൂപ്പ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ആസിഡ് ഗ്രൂപ്പ് എന്ന് എബവ് ദ പ്ലെയിൻ, ഒന്ന് ബിലോ ഒന്ന് എബവ്, അതായത് അത് ട്രാൻസ് പൊസിഷനിലാണ്. പിന്നെ രണ്ടാമത്തെ നോക്കാം, നമ്മൾ ഒരു ആസിഡ് ഗ്രൂപ്പ്
എബവ് ദി പ്ലെയിൻ ആണ്. രണ്ടാമത്തെ ആസിഡിക് ഗ്രൂപ്പും എബവ് ദ പ്ലെയിൻ ആണ്. അപ്പൊ അത് സിസ് ആണ്. രണ്ടും എബവ് ദ പ്ലെയിൻ ആയതുകൊണ്ട് അതൊരു സിസ് ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. പിന്നെ തേർഡ് ഓപ്ഷൻ നമ്മൾ നോക്കാം. ഒരു ആസിഡ് എബവ് ദ പ്ലെയിനും, ഫസ്റ്റ് ആസിഡ് എബവ് ദ പ്ലെയിനും സെക്കൻഡ് ബിലോ ദ പ്ലെയിനും ആണ്. അപ്പൊ അത് ട്രാൻസ്പൊസിഷനിലാണ്. ഫോർത്ത് റിയാക്ഷൻ എന്ന് റിയാക്ഷൻ നോട്ട് പോസിബിൾ. റിയാക്ഷൻ പോസിബിൾ ആണ്. ഓൺലി പോസിബിൾ വെൻ സിസ് ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം അൻഹൈഡ്രൈഡ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അത് സിസ് ഡൈകാർബോക്സിലിക് ആസിഡ് മാത്രമേ അൻഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയാക്ഷൻ ഓഫ് ഡൈബോറൈൻ വിത്ത് എക്സസ് അമോണിയ അറ്റ് ലോ ടെമ്പറേച്ചർ gives initially. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഡൈബോറൈന് എക്സസ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് ഫോം ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡൈബോറൈൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. B2H6. ഒരു ബോറോണിൽ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഓരോ ബോറോണിലും ഇപ്പൊ 4 ഹൈഡ്രജൻ. പിന്നെ സെൻട്രലിൽ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ബനാന ബോണ്ട് ഫോം ചെയ്തിട്ട് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് ലോ ടെമ്പറേച്ചറിൽ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇനീഷ്യലി എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, ഇനീഷ്യലി എന്താണ് പ്രൊഡക്റ്റ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഇതാണ് B2H6. അത് ഫസ്റ്റ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസിമെട്രിക് ക്ലീവേജ് ഓഫ് ദി ബോൺസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു കാറ്റിയോണും ആനയോണും ആണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇനീഷ്യൽ ആയിട്ട് ഫോം ചെയ്യുക. അപ്പോൾ BH2NH3 ട്വൈസ് പ്ലസ് എന്ന് പറയുന്ന കാറ്റിയോൺ ഫോം ചെയ്യും. BH4 മൈനസ് എന്ന് പറയുന്ന ആനയോണും ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് BH2NH3 ട്വൈസ് പ്ലസ് BH4 മൈനസ് എന്ന് പറയുന്നതാണ്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. അവിടെ അസിമെട്രിക് ക്ലീവേജ് നടന്ന് ഒരു ആനയോണും ഒരു കാറ്റിയോണും ആണ് ഫോം ചെയ്യുന്നത് അമോണിയ ആയിട്ട് ലോ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ലാന്തനൈഡ് കൺട്രാക്ഷൻ ഫ്രം സീറിയം ടു ലുട്ടീഷ്യം. ലുട്ടീഷ്യവും സീറിയം തമ്മിലുള്ള ലാന്തനൈഡ് കൺട്രാക്ഷൻ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് തിയറി ഒന്നും പറയാനില്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള 0.20 ആങ്സ്ട്രോം ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കൽ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഇത് റിഡക്ഷൻ ടേമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ LiAlH4 ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതേപോലെ തന്നെ H2PT എന്ന് പറയുന്നതും ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ 2 റെഡ്യൂസിങ് ഏജന്റ് ഒരു കോമൺ സബ്സ്ട്രേറ്റിലേക്ക് റിയാക്ട് ചെയ്യാണ് 2 ഡിഫറെന്റ് റിയാക്ഷനിൽ. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ റിയാക്ഷന്റെ പ്രൊഡക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളിത് അവിടെ അനലൈസ് ചെയ്യാൻ പോവാണ്. The reducing agents add hydrogen, thereby reduce the site of unsaturation. അപ്പൊ നമ്മൾ ഇവിടെ തന്നിട്ടുള്ള കോമ്പൗണ്ട്, ഒറിജിനൽ കോമ്പൗണ്ട് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കീറ്റോൺ ആണ്. അപ്പോൾ ഈ കീറ്റോണിന് 2 സൈറ്റ് ഓഫ് അൺസാച്ചുറേഷൻ ആണുള്ളത്. ഒന്ന് ഈ ഡബിൾ ബോണ്ടും ഒന്ന് ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടും. അപ്പൊ 2 സൈറ്റ് ആണ് ഇവിടെ അൺസാച്ചുറേറ്റഡ് സൈറ്റ് ഉള്ളത്. ഈ 2 സൈറ്റിലേക്കും റിയേജന്റ് മാറുന്നതിനനുസരിച്ച് റിഡക്ഷൻ നടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. So lithium aluminum hydride only reduce carbonyl group. Lithium aluminum hydride എന്ന് പറയുന്നത് ഒരിക്കലും കാർബൺ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യില്ല. അത് വേറെ അതായത് ആൽക്കഹോൾസിനെ റെഡ്യൂസ് ചെയ്യും, ആൽഡിഹൈഡ്സിനെ റെഡ്യൂസ് ചെയ്യും, കീറ്റോൺസിനൊക്കെയാണ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ LiAlH4 ഒരിക്കലും കാർബൺ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യില്ല. പക്ഷേ H2PT അതായത് പ്ലാറ്റിനൈസ്ഡ് കാർബൺ എന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. പലേഡിയം കാറ്റലൈസ്ഡ് ഹൈഡ്രോജനേഷൻ വിൽ റെഡ്യൂസ് ബോത്ത് കാർബോണിൽ ഗ്രൂപ്പ് ആൻഡ് ഡബിൾ ബോണ്ട്. അത് 2 അൺസാച്ചുറേഷൻ സൈറ്റിനെയും റെഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൽ ഡബിൾ ബോണ്ടും ഉണ്ടാവില്ല. ആ കീറ്റോൺ എന്ന് പറയുന്നത് ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. ഇവിടെ കാർബണിൽ ഗ്രൂപ്പിനെ മാത്രമേ റെഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. കാർബണിൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആയിട്ട് മാറി. പിന്നെ സെക്കൻഡ് ബി എന്ന് പറയുന്നത് അവിടെ പെലഡൈസ്ഡ് ഹൈഡ്രജൻ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് കാർബണൽ ഗ്രൂപ്പിനെയും റെഡ്യൂസ് ചെയ്തു, ആ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്രയാണ് സെഷൻ 3-ലുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.